വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 390യുടെ ഒരു കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു, ഒരുപാട് പേർക്ക് അറിയേണ്ടിയിരുന്ന ഒരു ഭാഗം, അതായത് എന്താണ് മെയിൻ്റനൻസ് എന്നും എങ്ങനെ ഒരു നല്ല 390 ചൂസ് ചെയ്യാമെന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ. ഇതിൻ്റെ ഒരു പ്രോപ്പർ ആൻസറായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും, തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോയിൽ കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ള പാർട്സ് നമുക്ക് എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് കണ്ടുവെക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇത് തുടർന്ന് കാണണോ വേണ്ടയോ എന്ന്. ഞങ്ങൾ BS4 വണ്ടികൾക്ക് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ അവരിപ്പം ജനറേഷൻസ് കൈമാറി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. വേറൊന്നുമല്ല, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ചീപ്പ്. വിത്ത് വാഷ് ആണെങ്കിൽ 2700 വരെയൊക്കെ പോകും. ഞാൻ വാഷ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഞാൻ നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആവാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വണ്ടി എടുത്തിട്ട് അതിനെ അങ്ങേയറ്റം ദ്രോഹിക്കാറുണ്ട്. പരമാവധി അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക. വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴേക്കും ഇനി എത്ര റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ അബ്യൂസ് ചെയ്ത വണ്ടി എടുക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം KTM ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഫാക്ട്. ഓക്കെ, അപ്പോൾ കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി കൂടിയാണ് വണ്ടിയെന്ന്. സോ മെയിൻ്റനൻസിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്? ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ, പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ചീപ്പ്. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഉള്ളതിൽ പോക്കറ്റ് ഫ്രണ്ട്ലി അതാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സബ് 400 cc ഒരു എക്സാമ്പിൾ പറയാം, BMW G310. BMW G310ന്റെ മെയിൻ്റനൻസും ഡ്യൂക്കിന്റെ മെയിൻ്റനൻസും നോക്കിക്കഴിഞ്ഞാൽ, ഡ്യൂക്ക് എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രിയും ഇതെന്ന് പറയുന്നത് അങ്ങ് യൂറോപ്യൻ കൺട്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് ഡിഫറൻസ്. ഇത് ഉള്ളതിൽ തമ്മിൽ ഭേദമൊന്നുമല്ല കേട്ടോ. വളരെ ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ സാലറീഡ് പേഴ്സണാണ്. അപ്പം നമുക്കൊരു മാസം വരുന്ന സാലറിയിൽ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചിലവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഓക്കെ, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇതുവരെ പ്രശ്നം വരാതെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ നോക്കിയിട്ടുള്ളതിൽ ഇതിനകത്ത് ഏറ്റവും വലിയ. ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ അയ്യോ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടുപോലും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഈ ഫ്രീ സർവീസുകളുണ്ടല്ലോ, ഫ്രീ സർവീസുകളെല്ലാം വരുന്നത് എൻ്റെ 2017 സമയത്താണ്. 1800 റേഞ്ച് ആയിരുന്നു ഫ്രീ സർവീസ് അല്ല, ഓയിൽ ചേഞ്ച് ഉൾപ്പെടെ, പീരിയോഡിക് പാർട്സും ഓയിൽ ചേഞ്ച് ഉൾപ്പെടെ 1800 2000-നകത്തൊക്കെ വരത്തുള്ളായിരുന്നു. ഇപ്പം ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് 2200 2300 ആ റേഞ്ചാണ് വരുന്നത്. ഞാൻ വാഷ് ചെയ്തിട്ട് സർവീസ് പെയ്ഡ് അല്ല, ഫ്രീ സർവീസ്. ഫ്രീ സർവീസ് ഇപ്പോഴത്തെ റേറ്റ് കൂടിയിട്ടുണ്ട്. അന്ന് 1800 2000 ആ റേഞ്ച് ആയിരുന്നു. ഇപ്പൊ 2100 2300 ആ ഒരു റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. വിത്തൗട്ട് വാഷ്. വിത്ത് വാഷ് ആണെങ്കിൽ 2700 വരെയൊക്കെ പോകും. ഞാൻ വാഷ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഞാൻ വാഷ് ചെയ്യിക്കും. ഇല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ വാഷ് ചെയ്യും. വണ്ടി കണ്ട പ്രശ്നമുണ്ടോ? ഇപ്പൊ ഞാൻ കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം സ്ഥലങ്ങളിൽ വണ്ടി ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യും. ഇപ്പൊ ഇന്ന് ഞാൻ വണ്ടി ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ വെള്ളം നനച്ച് വെച്ചേക്കുക. അല്ലാതെ നോർമലി ഞാൻ വാഷ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇതിന്റെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ഞാനിത് ക്ലീൻ ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ കൊടുത്ത് സർവീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യാതിരുന്നിട്ട് ഒരു ദിവസം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. മനസ്സിലായില്ല? അപ്പം നമുക്ക് കിട്ടാത്ത പല സ്ഥലങ്ങളും ചിലപ്പോൾ അവരെ അടിച്ച് ക്ലീൻ ചെയ്ത് തരും. അപ്പം സർവീസ് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്രീ സർവീസ് 2700 ആയിരിക്കും വിത്ത് വാഷ് വരുന്നത്. വലിയ പ്രശ്നമില്ലാത്തതാണ്. ഈ 3,71,000 രൂപയാണ് ഇപ്പൊ വണ്ടിയുടെ വില വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമില്ലാത്ത റേറ്റാണ്. ഇനി നമ്മൾ പെയ്ഡ് സർവീസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, പെയ്ഡ് സർവീസ് വരുമ്പോഴത്തേക്ക് ലേബർ വരും. കള്ളം പറയാൻ പറ്റത്തില്ല, നല്ല ലേബറാണ്. ഇപ്പൊ എല്ലാ സർവീസ് സെന്ററിലും ലേബർ അത്യാവശ്യം നല്ല ലേബറാണ്. വണ്ടിക്ക് അത് എന്തെങ്കിലും ഒന്ന് നമ്മൾ തുറന്ന് അവർക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ മിനിമം 600 to 900 ആണ് ലേബർ വരുന്നത്. 500 കൂട്ടാം, അല്ലെങ്കിൽ 500 to 900 ആ റേഞ്ചിലായിരിക്കും. 1000 വരെ ലേബർ എടുക്കുന്ന സർവീസ് സെന്ററുകളുണ്ട് ഒരാളിൽ. ഇപ്പം നമ്മളിപ്പോൾ എഞ്ചിനൊക്കെ തുറന്നാണ് എന്തെങ്കിലും ചെയ്യുന്നതെന്നുള്ളത് വാറണ്ടി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നാണ് ലേബർ അവർ എടുക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ പെയ്ഡ് സർവീസ് വരുമ്പം ഇപ്പം ഞാൻ പെയ്ഡ് സർവീസാണ്, അറിയാമല്ലോ, ഇത്രയും കിലോമീറ്റർ ഇനി എന്താ. അപ്പോൾ പെയ്ഡ് സർവീസും ഉണ്ട്, വാറണ്ടിയും ഇല്ല. അപ്പം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ബില്ലെന്ന് പറയുന്നത് ഏകദേശം 4000 ആണ്. 4000 അത്ര മോശം ഒരു ബില്ല് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വിത്ത് വാഷിംഗ് ആണ്. വിത്ത് വാഷിംഗ് എനിക്ക് 4000 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓയിൽ ചേഞ്ച് എല്ലാം വരുന്നത്, ഓയിൽ ചേഞ്ച്, പീരിയോഡിക് പാർട്സ് ചേഞ്ച്, ചെയിൻ ലൂബ് ക്ലീനിങ്, ടൈറ്റനിങ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം വരും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് വന്നിരുന്നത് 1300 1500 ആ റേഞ്ചാണ് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ്. പക്ഷേ ബാക്കിൽ ബ്രേക്ക് പാഡ് വരുമ്പോഴത്തേക്കും 230 240 ആ റേഞ്ച് ഉള്ളായിരുന്നു. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് വരുമ്പോഴത്തേക്കും 3000 സംതിങ് ആണ് ചെയിൻ സ്പ്രോക്കറ്റ് വരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
എയർ ഫിൽറ്റർ അത് വലിയ വില ആവത്തില്ല, 180, 200 റേഞ്ച് ഒക്കെ ആവത്തുള്ളൂ. എയർ ഫിൽറ്റർ ഒന്നും വലിയ ഓയിൽ ഫിൽറ്റർ, ഓയിൽ ചേഞ്ച് എല്ലാം കൂടെ ചേർത്ത് എനിക്ക് തോന്നുന്നു 1500 ആവത്തുള്ളായിരുന്നു. അപ്പോൾ അതും ഒരു വലിയ റേറ്റ് ഒന്നും ഇല്ല. നമുക്കിപ്പോൾ ഓയിൽ മാത്രം മാറണമെങ്കിൽ 1300 കൊടുത്താൽ ഓയിൽ മാത്രം മാറി കിട്ടും. അങ്ങനെ വലിയൊരു റേറ്റ് ഇല്ല. അപ്പം മെയിൻ്റെനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക, ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഒരിക്കലും അല്ല, ഞാനിതിനകത്ത് ഡീകാർബണൈസേഷൻ ചെയ്യാറുണ്ട്. ഡീകാർബണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വണ്ടി യൂസ് ചെയ്യുമ്പോൾ കത്തും തോറും കരി വന്നുകൊണ്ടിരിക്കും. അപ്പം ഡീകാർബണൈസേഷൻ ചെയ്യുന്നത് എപ്പോഴും വണ്ടിക്ക് നല്ലതാണ്. അപ്പം വണ്ടി ഓൺ ചെയ്ത് നോക്കിയായിരുന്നു. വണ്ടി ഇങ്ങനെ വണ്ടി ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വണ്ടി. ഞാൻ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു തോന്നുന്നു. ഞാൻ എല്ലായ്പ്പോഴും വണ്ടി സമയത്ത് സർവീസ് ചെയ്ത് കറക്റ്റായിട്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്സ് ഇത് തേഞ്ഞ് തുടങ്ങി തോന്നുമ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്യിക്കും. അല്ലാതെ ഞാനത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ. ഇപ്പം ബ്രേക്ക് പാഡ് ഞാനിപ്പോൾ സർവീസിനുണ്ട് ചെന്നത്, ഏകദേശം 25% ഇനിയും ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു മാറ്റിക്കോളാൻ പറഞ്ഞു. ഇനി അതിനായിട്ട് വരേണ്ട. അപ്പം മാക്സിമം നേരത്തെ തന്നെ ഞാനത് മാറ്റി. അതുകൊണ്ട് എനിക്ക് മെയിൻ്റെനൻസ് കൂടുതലാണ് എന്നെ സംബന്ധിച്ച്. പക്ഷെ അത് എന്തുകൊണ്ടാണ്, അഫോർഡബിൾ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനിത് ചെയ്യും. ഞാൻ ഇങ്ങനെ ഇരിക്കും, തീരട്ടെ. മാക്സിമം ആ വരയും കഴിഞ്ഞ് പോയിട്ട് ഞാൻ മാറ്റത്തുള്ളൂ. അപ്പം ഇതെനിക്ക് അഫോർഡബിൾ ആയതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ മാറ്റുന്നത്. അത് പ്രശ്നമില്ല. അപ്പം മെയിൻ്റെനൻസ് ഈ പറയുന്ന ഒരു വലിയൊരു ഹെഡ് ഏക്ക് ഒന്നും ഇല്ല കേട്ടോ, വളരെ. പിന്നെ ഹെഡ് ലാമ്പ്, TFT, പെട്രോൾ ടാങ്ക്, ഇത് പൊട്ടാതെ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഈവൻ പുതിയ അഡ്വഞ്ചർ 390 കൂടെ ആണെങ്കിൽ സ്ക്രാച്ച് ആയാൽ തീർന്നു. അപ്പം യൂസ്ഡ് വണ്ടി എടുക്കുന്നവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡ് ലാമ്പ്, TFT ടാങ്കിനൊന്നും പൊട്ടലോ ഞണക്കോ അല്ലെങ്കിൽ ഡാമേജോ ഇല്ല. ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉള്ള ഒരാളും കൂടെയാണ് TFT കംപ്ലൈന്റ് എന്നൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ സ്പീഡോമീറ്റർ നോക്കുന്നതിനുള്ള പ്രശ്നം. TFT കംപ്ലൈന്റ് നമ്മൾ നോക്കുന്നില്ലല്ലോ. ഇതിനകത്ത് മൈലേജ് കാണിക്കും, അത് കാണണ്ട. ഇപ്പോഴത്തെ പെട്രോളിന്റെ വില വെച്ചിട്ട് ഞാൻ നേരത്തെ ട്രിപ്പ് വെച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ട്രിപ്പിനകത്ത് കാണിക്കും എത്ര കിലോമീറ്റർ കിട്ടും, 23, 24 എന്നൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ. ഇപ്പൊ ഞാനത് കാണിക്കൂല. അത് കാണുമ്പോൾ വിഷമോ. കാരണം ഇത് 110, 106 രൂപ, 5 രൂപ കുറച്ച് 106 രൂപ ആക്കിയിട്ടില്ലേ. നേരത്തെ 200 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ട്രിവാൻഡ്രത്ത് വരെ വരായിരുന്നു. അപ്പൊ അതും പറ്റത്തില്ല. കംപ്ലൈന്റ് ആണെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുക്കുക. പിന്നെ ഹെഡ് ലാമ്പ് മസ്റ്റാണ്. ഹെഡ് ലാമ്പ് ഒന്നാമത്തെ കാര്യം, ഹെഡ് ലാമ്പിന് വെളിച്ചം കുറവാണ്. വെളിച്ചം എന്ന് വെച്ചാൽ ഇത് വൈറ്റ് കളറാണ് വരുന്നത്. അപ്പം നമ്മുടെ ക്ലൈമറ്റിന് ആക്ച്വലി വൈറ്റ് കളർ വരുമ്പം നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡസ്റ്റി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. സോ ഒരുപാട് സ്ഥലത്ത് സ്കാറ്റർ ചെയ്ത് പോകും. അപ്പം വെട്ടമുണ്ട്, പക്ഷെ ഡോമിനറിൻ്റെ ഒന്നും വെട്ടം പ്രതീക്ഷിക്കേണ്ട. അതാണ് ഇതിൻ്റെ ഒരു. ഡോമിനർ നല്ല അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഡോമിനർ വെച്ച് നോക്കുമ്പോൾ വെട്ടം കുറവ്, പക്ഷെ RC-ക്ക് വെട്ടമുണ്ട്. RC വെച്ച് നോക്കുമ്പോൾ 390-ക്ക് വെട്ടം കുറവാണ്. സോ അതാണ് മെയിൻ്റെനൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് വാങ്ങുന്നവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇതാണ്. പിന്നെ KTM-ന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെന്റർ മുക്കിന് മൂലയ്ക്കുണ്ട്. എവിടെ ചെന്നാലും സർവീസ് വേറെ ഇപ്പൊ നമ്മളിപ്പം ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് നോക്കുകയാണെങ്കിൽ തന്നെ ആറ്റിങ്ങിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ഇനി കൊല്ലം നോക്കുകയാണെങ്കിൽ കൊല്ലത്തുണ്ട്, കൊട്ടാരക്കരയുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും 1, 2 സർവീസ് ഉണ്ട്. അതേസമയം നമ്മുടെ R3 എടുത്ത് എവിടെ കൊണ്ട് സർവീസ് ചെയ്യും, നിഞ്ച എടുത്ത എവിടെ കൊണ്ട് സർവീസ്. അതാണ് ഒന്നീ അവിടെ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഈ സൂപ്പർ ബൈക്കോ അല്ലെങ്കിൽ നല്ല ബൈക്കിൽ സർവീസ് ചെയ്യുന്നത്. അത് ഓതറൈസ്ഡ് അല്ല, ഫ്രഷ് ആണ് എടുക്കുന്നതെങ്കിൽ പെടും. യൂസ്ഡ് എടുക്കുന്നവർക്ക് അവിടെയും കൊണ്ട് കൊടുക്കാം, പ്രശ്നമില്ല. സോ മെയിൻ്റെനൻസ് കുറച്ചൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. ഈ മെയിൻ്റെനൻസിന്റെ കാര്യം നോക്കുമ്പോൾ എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ്, എവിടെ ഇത് കിട്ടുമോ, പാർട്സ് കിട്ടുമോ, ഇത് എവിടെ കൊണ്ട് ചെയ്യാൻ പറ്റും, അത് ആര് ചെയ്യും, ഇത്രയും കാര്യമാണ് നമുക്കിത് വേണ്ടത്. പിന്നെ അതെ, ഇത് അങ്ങനെ മറ്റൊരു ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡോമിനാറേ ഉള്ളൂ. ഇതെല്ലാം വേറെ മാർഗ്ഗമില്ല. ഇത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഡോമിനാർ. ഡോമിനാറിന്റെ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ. ഡോമിനാർ ഇത് സെയിം എഞ്ചിൻ, പക്ഷേ ഹെഡൊക്കെ അവർ ചേഞ്ച് ചെയ്ത് വരുന്നത്. പിന്നെ കുറേയൊക്കെ ഈ പറയുന്ന പോലെ ഡിസൈനൊക്കെ എല്ലാവർക്കും KTM തന്നെയാണ് ഇഷ്ടം. കാരണം ഡോമിനർ നോക്കുമ്പോഴത്തേക്കും ഡോമിനർ കുറച്ചും കൂടെ അവർ അണ്ടർ പവർ ഒക്കെ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം വരാത്ത രീതിയിൽ തട്ടിമുട്ടി പോകണം. ഡോമിനർ വളരെ നല്ലതാണ്. ഈ പറയുന്ന പോലെ ടൂറിംഗ് ഒക്കെ മാത്രം നോക്കുന്നവർക്കൊക്കെ വളരെ പിന്നെ. അപ്പോൾ അതാണ് ഒരു മെയിൻ്റെനൻസ് ഫാക്ടേഴ്സ് അല്ലേ. അപ്പോൾ അടുത്ത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ്. അതായത് സെക്കൻഡ് ആയിട്ട് ഓൺ ചെയ്യുന്നവർ നമ്മുടെ ഈ ഒരു Bs4 390 എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും? നല്ല ചോദ്യമാണ്. എന്തൊക്കെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ Bs4 വണ്ടികൾക്ക് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ, അവരിപ്പം ജനറേഷൻസ് കൈമാറി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. വേറൊന്നുമല്ല, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം, അത് ജീനുകളിലൂടെ കൈമാറി വരുന്നുണ്ടെന്നാണ് കിട്ടിയൊരു അറിയിപ്പ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. റൈറ്റ് ബൈ വെയർ സെൻസറാണ് വരുന്നത്. ഈ മെയിൻ്റെനൻസ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറുന്നതിനേക്കാളും
വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമാണ് ഈ റൈഡ് ബൈ വയർ എന്ന് പറയുന്ന സാധനം. കാരണം ഇത് ഇലക്ട്രോണിക് ആണ്, സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിന് ഡാമേജ് വരാതെ സൂക്ഷിക്കേണ്ടത്. എലി കറണ്ട് വയർ കട്ടായാലും മതി, മനസ്സിലായില്ലേ? വാറണ്ടിക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടു, അത് സൂക്ഷിക്കണം. അപ്പോൾ ഇനി സെക്കൻഡ്സ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി ഓടിക്കുമ്പോഴേക്കും നിന്ന് പോകുന്ന ഇഷ്യൂ ആണ്. അത് ചില സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ട് മാറാവുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ സോഫ്റ്റ്വെയർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഗ്ലിച്ചസ് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ അപ്പം ഞാനിപ്പോൾ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 0 bugs ഈസ് എ മിത്ത് എന്നാണ് പറയുന്നത്. ബഗ്ഗില്ലാത്ത സാധനമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി യൂസ്ഡ് വണ്ടി എടുക്കാൻ പോകുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെഡ് ലാമ്പും TFTയും പെട്രോൾ ടാങ്കും നമ്മൾ പുറമേ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡാമേജിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത് മൂന്നും. അത് മൂന്നും നമുക്ക് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം. പിന്നെ നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആവാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വണ്ടി എടുത്തിട്ട് അതിനെ അങ്ങേയറ്റം ദ്രോഹിക്കാറുണ്ട്. പരമാവധി അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക. വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴേക്കും ഇനി എത്ര റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞാലും അബ്യൂസ് ചെയ്ത വണ്ടി എടുക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം KTM ആണ്, സിംഗിൾ സിലിണ്ടർ ഓവർ സ്ട്രെസ്ഡ് എഞ്ചിനാണ്. ഇത് എത്രത്തോളം അബ്യൂസ് ചെയ്യുന്ന അത്രത്തോളം ഈ വണ്ടിയുടെ എഞ്ചിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞു 65,000 കിലോമീറ്റർ ആയെന്ന് ഞാൻ പറഞ്ഞു. 60,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു തവണ സിലിണ്ടർ കിറ്റ് മാറി, ഞാൻ 2 തവണ ഡീകാർബണൈസേഷൻ ചെയ്തു. പിന്നെ ഈ ഷിമ്മും കാര്യങ്ങളൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗിയർ ഷാഫ്റ്റ് എന്ന് വെച്ചാൽ ലിവറിൻ്റെ അവിടെ നിന്ന് അതിലേക്ക് വരുന്നൊരു കണക്ടർ റോഡുണ്ട്, ആ ഒരു റോഡും ഞാൻ മാറിയിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള റീപ്ലേസ്മെൻറ്റുകൾ എഞ്ചിൻ ഭാഗത്ത് വന്നിട്ടുള്ളത്. സിലിണ്ടർ ഞാൻ പറഞ്ഞു, സിലിണ്ടർ കിറ്റ് മാറാനുള്ള റീസൺ ആ ഫസ്റ്റ് ടൈം കൂളൻ മിക്സിങ് ആയതുകൊണ്ട് വന്ന ഒരു ഡാമേജ് ആണ്. ഒരു തവണ മാറിയിട്ടുള്ളൂ, പിന്നെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അത് ഞാൻ 2023 മാറുന്നത്. ഇപ്പോൾ ഏകദേശം 42,000 കിലോമീറ്റർ അതിന് ശേഷം ഞാൻ ഓടി. അതിനിടയ്ക്ക് ഞാൻ ഒരു തവണ കൂടെ ഡീകാർബണൈസേഷൻ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ചെയ്യാനുള്ള ടൈമായി. അപ്പം എടുക്കാൻ പോകുന്നവർ വണ്ടി ഓടിച്ച് നോക്കുക. വണ്ടി ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും യാതൊരു രീതിയിലുള്ള വൈബ്രേഷനുകളോ അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്നുള്ള അനാവശ്യമായ ശബ്ദങ്ങളോ ഇല്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. കാരണം അബ്യൂസ് ചെയ്ത വണ്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. മാക്സിമം നല്ല രീതിയിൽ സൂക്ഷിച്ചുള്ള വണ്ടികളാണെങ്കിൽ മാത്രം പോയി എടുക്കുക. കാരണം എഞ്ചിൻ സൈഡിൽ നിന്ന് പണി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് ഒരു RC 390 എടുത്തിട്ട് പണി കിട്ടിയതാണ്. അപ്പോൾ പിന്നെ അത് വിറ്റു. അതിനുശേഷം 20,000 രൂപയ്ക്ക് വണ്ടിക്ക് അത് എഞ്ചിൻ പണിയേണ്ടി വന്നു. അത് നല്ല രീതിയിൽ നശിപ്പിച്ചൊരു വണ്ടിയായിരുന്നു. അത് പക്ഷേ നമ്മൾ എടുക്കാൻ ചെന്നപ്പോൾ അവനല്ല വേറൊരാൾ ഡീൽ ചെയ്താണ് വന്നത്. അപ്പോൾ അത് കാരണം അവനും അത് അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ സസ്പെൻഷൻ ഡാമേജുകൾ സംഭവിക്കാം. ആക്സിഡൻറ്റ് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ ഒരുപാട് കോസ്റ്റ് ആവുന്നതുകൊണ്ട് പലരും ഇൻഷുറൻസ് എടുക്കാത്ത ആ ടീംസുണ്ട്. അവരൊക്കെ ചിലപ്പം അത് ഫിക്സ് ചെയ്യാതെയൊക്കെ കൊണ്ടു നടക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിങ് ആകുമ്പോൾ ബെയറിങ്ങുകൾ, പിന്നെ അലൈൻമെൻറ്റുകൾ, അങ്ങനെ കുറേ ഇഷ്യൂസ് വരാം. അതൊക്കെ നോക്കേണ്ടി വരും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വയർ കട്ട് ചെയ്ത് ഒരു വണ്ടിയും പോയി എടുക്കരുത്. കാരണം വയർ കട്ട് ചെയ്ത് എന്തെങ്കിലും കണക്ഷൻ ഇത് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ സീറ്റ് പൊക്കി അതിൻ്റെ അടിയിൽ സാധനം ഉണ്ട്, അതിനകത്ത് കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് വയർ കട്ട് ചെയ്ത് ആരെങ്കിലും വണ്ടിക്ക് അത് എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുക. കാരണം വല്ലതും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് മുടിഞ്ഞ റേറ്റ്. ഇപ്പം ഞാനിത് ECU ഫെയിലർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ മെസ്സേജ് വന്നത്, അത് ശരിക്കും ECU ഫെയിലർ ആയിരുന്നെങ്കിൽ ഞാൻ എന്തോ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂളൻ്റ് മിക്സായ വണ്ടി ആണെങ്കിൽ ഉറപ്പായിട്ടും സിലിണ്ടറിക്കൽ കിറ്റ് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ആ ഇഷ്യൂ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമുക്ക് സർവീസ് ഹിസ്റ്ററി നോക്കിയാൽ ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളുടെയും സർവീസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരെന്തൊക്കെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ കൂളൻ്റ് ഓയിൽ സീൽ മാറുക അല്ലെങ്കിൽ കൂളൻറ്റിൻ്റെ സീൽ മാറുക, ഇതൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തും. അപ്പം അത് മാറിയിട്ടുണ്ടെങ്കിൽ മിക്സ് ആയിട്ടുള്ള വണ്ടി ആണെന്നുണ്ടെങ്കിൽ അത് ഓടി ഒരു 10-15 കിലോമീറ്ററിനായെങ്കിൽ മാത്രമേ പോയി എടുക്കാം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴായിരിക്കും അടുത്ത പണി വരാൻ പോകുന്നത്, സിലിണ്ടറിക്കൽ കിറ്റ് ഡാമേജ് ആവുന്നത്. മനസ്സിലായല്ലേ? അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ സൂക്ഷിക്കേണ്ടി വരും. എന്തായാലും വണ്ടി ഓടിച്ചു നിൽക്കുന്ന, അപ്പോൾ വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ കൊണ്ടുപോയി തന്നെ എപ്പോഴും നമ്മൾ യൂസ്ഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ പോയി എടുക്കാം. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പല കംപ്ലയിൻസും പലർക്കും ഓടിക്കുമ്പോൾ മനസ്സിലാവും. ഈ പറയുന്ന ഞാൻ പറയില്ല, ഷാസി ബെൻ്റെ വണ്ടികൾ വരെ ഉണ്ട്. ഷാസി ബെൻ്റെ വണ്ടിയൊക്കെ OLX സെയിലിനിടും. വണ്ടി വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വണ്ടി എടുക്കുമ്പോൾ വണ്ടി എടുക്കുമ്പോൾ അത് ടയർ തേഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വണ്ടിക്ക് പൊളച്ചിരുന്നൊക്കെ പറയും. വണ്ടി എടുത്തുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഷാസി ബെൻ്റ് ആയിട്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യണം. എസ്പെഷ്യലി ഒരു പണി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചെടുക്കുന്നവർക്കും വീണ്ടും കുറെ ഓടേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ. ഞാനത്തെ പറഞ്ഞില്ല, ഓൾമോസ്റ്റ് സെക്കൻഡ് എടുക്കുന്ന വണ്ടിക്കെല്ലാം വാറണ്ടി ഒക്കെ കഴിഞ്ഞതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാം. ഇനി വാറണ്ടി കഴിഞ്ഞാൽ പറഞ്ഞ കണ്ടീഷൻ നോക്കി വണ്ടി എടുക്കാം. നല്ല രീതിയിൽ നമ്മളൊരു ചെന്ന് കണ്ട് എനിക്ക് വണ്ടി കൊള്ളാം അപ്പം തന്നെ പൈസ കൊടുത്ത് ഒരിക്കലും വണ്ടി എടുക്കരുത്. വണ്ടി സെയിലായി പോകുന്നെങ്കിൽ പോട്ടെ, നമുക്ക് അടുത്ത നല്ല വണ്ടി വരും, അത്രേ ഉള്ളൂ. നമ്മൾ വണ്ടിയെക്കുറിച്ച് നമ്മൾ ഓടിച്ച് നോക്കുക, നല്ല രീതിയിൽ ആലോചിച്ചിട്ടേ വണ്ടി എടുക്കാം. എന്തെങ്കിലും സർവീസ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. സർവീസ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും
ഈ ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലുള്ള വയർ കട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ ടൈമിൽ സർവീസ് ചെയ്തിട്ടുണ്ടോ, എല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ട് എടുക്കാം. അതിപ്പം 390 ആയതുകൊണ്ടല്ല, അത് ഏത് വണ്ടിയാണെങ്കിലും. ഇപ്പം വേറെ കാര്യമുണ്ട്, ഇപ്പം ട്വിൻ സിലിണ്ടർ വണ്ടിയാണ് ഇപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ഇരട്ടി പൈസയാണ്. ഇപ്പൊ ഇതിന് 10,000 വരുന്നതിന് അതിന് ചിലപ്പോൾ 20,000 ആയിരിക്കും വരുന്നത്. ജാപ്പനീസ് ഇപ്പം മിക്കവാറും നമ്മൾ യമഹ R3 അല്ലെങ്കിൽ നിഞ്ച 300 തൊടാൻ പറ്റത്തില്ല, മുടിഞ്ഞ റേറ്റാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ 650 യൂസ്ഡ് ഈ പ്രൈസിന് എടുക്കായിരുന്നു അന്നത്തെ സമയത്ത്. എന്നോട് കുറച്ചും കൂടി ഇട്ടാൽ 650 നമുക്ക് യൂസ്ഡ് എടുക്കായിരുന്നു. ഞാൻ നോക്കിയ മെയിൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാലറിയാണ്. ഒരു മാസത്തെ ചിലവ് ഒന്ന് കൂടിയോ കുറഞ്ഞോ ഇരുന്നാൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. അതുകൂടെ കൊണ്ടാണ് ഞാൻ ഇത് പിന്നെ ഇതൊക്കെയാണ് നമ്മളൊരു മെയിൻ്റനൻസിൻ്റെ ഫാക്ടേഴ്സ് അല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ഞാനും താങ്ക്സ്, എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റാൻ അവസരം തന്നതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. കാരണം നമ്മൾ ഓൾറെഡി 390യുടെ വീഡിയോ BS6ഉം BS4ഉം വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി റിലവൻ്റ് ആയിട്ട് ഒരുപാട് പേര് വീണ്ടും കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ നമ്മളെ BS4 അന്ന് കുറച്ച് ഓടിയൊരു വണ്ടിയായിരുന്നു. നമ്മുടെ ബ്രോയ്ക്ക് അറിയാമല്ലോ, നമ്മുടെ അജയ് ബ്രോയുടെ വണ്ടിയായിരുന്നു. അപ്പോൾ ഇച്ചിരി കുറച്ചും കൂടി കിലോമീറ്റർ ഓടിയൊരു വണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ സ്റ്റോറീസ് എല്ലാം നമ്മൾ അറിഞ്ഞത്. നമ്മുടെ ഗ്രൂപ്പിലെ ചർച്ചകളിലൂടെ നമ്മൾ മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്യാന്നുള്ള പ്ലാനൊക്കെ. അപ്പോൾ ഇനി താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ജോയിൻ വിത്ത് അസ്. അത് ഞാനാണ് പറയണ്ടേ ചാനലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചതിന്. ഓക്കെ, പിന്നെ പുള്ളിക്ക് ഒരു ചാനലൂടെ ഉണ്ട്, കപ്പിൾ ഓൺ വീൽസ് എന്ന് പറഞ്ഞ ഞാനും എൻ്റെ ഭാര്യയും കൂടെ കപ്പിൾ ഓൺ വീൽസ് എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ ഉള്ള ചാനലാണ്. ട്രാവലിംഗ് കാര്യങ്ങളുണ്ട്, അല്ലാത്ത ടെക്നിക്കൽസും ട്രാവലിംഗ് ഉണ്ട്, പിന്നെ കുക്കിംഗ് ഉണ്ട്, പിന്നെ ഓട്ടോമൊബൈലിന്റെ റിവ്യൂസ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ, ഇപ്പം വണ്ടിയുള്ള വാക്കറുണ്ട്, അങ്ങനെയുണ്ട്. അതായത് ഷോറൂം വിസിറ്റ്സ് ഒക്കെ വിസിറ്റ്സ് ഉണ്ട്. പിന്നെ ചില സൂപ്പർ ബൈക്സിന്റെ റൈഡ് റിവ്യൂസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ്. ഞാൻ എന്തായാലും ചാനലിന്റെ ഡീറ്റെയിൽസ് ഫുള്ളും വീഡിയോയുടെ താഴെ ആഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യുക, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ലൊരു എന്തൂസിയാസ്റ്റിനൊക്കെ കാണാൻ പറ്റുന്ന ചില നല്ല വീഡിയോസും ട്രാവലിംഗ് വീഡിയോസും ഒക്കെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ട് വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു എപ്പോഴും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളൊരു ഷോർട്ടേജ് മാത്രമേ ഉള്ളൂ. എന്നാലും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു ബ്രോ. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us. ഓക്കെ.